ദ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിൻ്റെ സൺഡേ മാഗസിനിൽ ഈ ആഴ്ചയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് ഇൻസൈഡ് ഇന്ത്യാസ് പോഡ്കാസ്റ്റ് ജനറേഷൻ എന്ന്. അഥവാ ഇന്ത്യയിലെ പോഡ്കാസ്റ്റ് കൾച്ചറിനെ കുറിച്ചാണ് ആ ആർട്ടിക്കിൾ കാര്യമായിട്ട് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് ആളുകൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കൾച്ചറിനെ കുറിച്ചാണ് കാര്യമായിട്ട് ഇതിൽ പറയുന്നത്. ഒരു കാലം വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കളല്ല, ലോകത്തിലുള്ള പൂർണ്ണ ജനങ്ങളും ഒരു കാലം വരെ അവർ ജോലി ചെയ്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകുന്ന സമയത്ത്, അവരുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ കാര്യമായിട്ട് അവർ ആസ്വദിച്ചു വരുന്ന ഒരു സമ്പ്രദായമായിരുന്നു മ്യൂസിക് എന്നുള്ള സിസ്റ്റം. ആ സിസ്റ്റം മാറിക്കൊണ്ട് ഇന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ വിവിധമായ പ്രദേശങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ യുവാക്കൾ കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് അല്ലെങ്കിൽ രീതിയാണ് പോഡ്കാസ്റ്റ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പോഡ്കാസ്റ്റ്? എവിടെയാണ് ഈ പോഡ്കാസ്റ്റിന്റെ ഉത്ഭവമുള്ളത്? ലോകത്തെ 58 കോടിയോളം ജനങ്ങൾ ഇന്ന് പോഡ്കാസ്റ്റ് കേൾക്കുന്നവരാണ്. അതിൽ 10 കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളവരാണ് എന്നാണ് കണക്ക്. അതിൽ തന്നെ വ്യത്യസ്തമായ ചാനലുകളുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുണ്ട് ഈ പോഡ്കാസ്റ്റിന്റെ ചാനലുകൾ. വ്യത്യസ്തമായ രീതിയിൽ പോഡ്കാസ്റ്റ് നടത്തുന്നവരുണ്ട് നമ്മുടെ ചുറ്റുപാടും. മലയാളേതര ചാനലുകളുണ്ട്. യഥാർത്ഥത്തിൽ എവിടെയാണ് ഇതിന്റെ ഉത്ഭവം? ആരാണ് ഈ സമ്പ്രദായം, പോഡ്കാസ്റ്റ് എന്ന സിസ്റ്റം, ഈ രീതി തുടങ്ങി വെച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പോഡ്കാസ്റ്റിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. പോഡ്കാസ്റ്റിന്റെ കഥ ആരംഭിക്കുന്നത് 2000-ലാണ്. അന്ന് ഒക്ടോബർ മാസത്തിൽ ന്യൂയോർക്കിലെ ദ റോക്ക് സ്റ്റാർ എന്ന ഹോട്ടലിൽ രണ്ടുപേർ കണ്ടുമുട്ടുണ്ട്. ഒരാൾ നമ്മൾ പിന്നീട് പോഡ്ഫാദർ എന്ന് പേരിട്ട് വിളിച്ച ആദം കറിയും, രണ്ടാമത്തത് പോഡ്കാസ്റ്റിൻ്റെ നടുംതൂണായിട്ടുള്ള RSFിൻ്റെ നിർമ്മിതാവ് ഡേവിഡ് വൈനുമാണ്. അന്ന് ആദം കറി തൻ്റെ ഒരു പ്രശ്നം ഡേവിനോട് അവതരിപ്പിക്കുന്നുണ്ട്. ഡേവ്, എൻ്റെ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഓഡിയോ ഫയൽസ് ഉണ്ട്, പക്ഷെ അതൊക്കെ കേൾക്കണമെങ്കിൽ ഓരോ വെബ്സൈറ്റിൽ പോയിട്ട് തപ്പി പിടിച്ച് എൻ്റെ MP3യിലേക്ക് മാറ്റിയിട്ട് വേണം അത് കേൾക്കാൻ. അത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇതിനെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ആദം കറി ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് പിന്നീട് ലോകമാകെ പടർന്ന് പന്തലിച്ച പോഡ്കാസ്റ്റിൻ്റെ ആരംഭം. അവർ രണ്ടുപേരും ആപ്പിളിൻ്റെ പ്രോഗ്രാമായിട്ടുള്ള ഐപോഡ് വെച്ചിട്ട് ഐപോഡർ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നുണ്ട്. ഈ MP3യിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫയൽസിനെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ചെറിയൊരു പ്രോഗ്രാമായിരുന്നു. അന്ന് ആളുകൾ ഇതിനെ ആദ്യകാലത്ത് ഓഡിയോ ബ്ലോഗിംഗ് എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീട് 2004 ദ ഗാർഡിയൻ എന്ന പത്രത്തിലൊരു ലേഖനം വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് ആളുകൾ സ്ഥിരമായിട്ട് ഐപോഡർ തൻ്റെ കീശയിൽ ഇട്ടിട്ട് സ്ഥിരമായിട്ട് ഇത് കേൾക്കുന്ന സമയമാണത്. അന്ന് ആ ലേഖനത്തിൽ ലേഖകൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ഓഡിയോ ബ്ലോഗിംഗ് പ്രതിഭാസത്തെ നമുക്ക് എന്താണ് വിളിക്കാൻ സാധിക്കുക? ഓഡിയോ ബ്ലോഗിംഗ് എന്നോ, പോഡ്കാസ്റ്റ് എന്നോ, ഗൊറില്ല മീഡിയ എന്നോ? അതവിടെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ വേർഡ് യൂസ് ചെയ്യുന്നത്. ഐപോഡിൻ്റെ പോഡും ബ്രോഡ്കാസ്റ്റിൻ്റെ കാസ്റ്റും വെച്ചിട്ട് പോഡ്കാസ്റ്റ്. എന്നാൽ രസകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ 2005 വരെ ഈ ഐപോഡർ എന്നുള്ള പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും ആപ്പിളിന് ഈ പോഡ്കാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. പിന്നീട് 2005 അവർ അവരുടെ iTunes 4.9 എന്നുള്ള പുതിയൊരു സോഫ്റ്റ്വെയർ പുറത്തിറങ്ങുന്നുണ്ട്. അതിൽ മ്യൂസിക് ബട്ടൺ അപ്പുറത്ത് പോഡ്കാസ്റ്റിൻ്റെ പുതിയ ബട്ടൺ അവർ കൊണ്ടുവരുന്നുണ്ട്. അതുവരെ പല വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട പോഡ്കാസ്റ്റ് ഒരൊറ്റ ക്ലിക്കിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അവസരം അതിലൂടെ അവർ നൽകുന്നുണ്ട്. ആപ്പിളിൻ്റെ പോഡ്കാസ്റ്റ് എന്നുള്ള ബട്ടൺ 2 ദിവസം കൊണ്ട് ക്ലിക്ക് ചെയ്തത് 1 മില്യൺ ആളുകളാണ്, 10 ലക്ഷത്തിലേറെ ആളുകളാണ്. പിന്നീട് നാം കാണുന്ന രൂപത്തിൽ പോഡ്കാസ്റ്റ് ഇത്രയ്ക്കും വ്യാപകമാകാനുള്ള കാരണം 2014 ദ അമേരിക്കൻ ലൈഫ് എന്ന റേഡിയോ ദ സീരിയൽ എന്നുള്ള അവരുടെ പുതിയ പോഡ്കാസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് അവരൊരു കഥയാണ് അവതരിപ്പിക്കുന്നത്. 1999 മെല്ലി എന്ന കുട്ടിയുടെ ഒരു കൊലപാതകത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥ. അതിനെ തുടർന്ന് അവളുടെ കാമുകനായിട്ടുള്ള അദ്നാനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു അന്നത്തെ വാർത്ത. എന്നാൽ ഇവർ പോഡ്കാസ്റ്റിൽ അദ്നാൻ നിരപരാധിയാണ് എന്ന രൂപത്തിൽ അവർ പോഡ്കാസ്റ്റിൽ അവതരിപ്പിക്കുകയും ആ പോഡ്കാസ്റ്റ് 2 ദിവസം കൊണ്ട് കണ്ടത് 5 മില്യൺ ആളുകളാണ്. അവരുടെ ആദ്യത്തെ സീരീസ് അവസാനിക്കുന്ന സമയത്ത് 40 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ദ സീരിയലിന് കിട്ടുന്നത്. എന്നാൽ ഏറ്റവും രസകരമായിട്ടുള്ള കൗതുകം, അത് ദ സീരിയൽ കേട്ടിട്ടുള്ള 23% ആളുകളും ആദ്യമായിട്ട് തൻ്റെ ലൈഫിൽ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരായിരുന്നു. പിന്നീട് 2019 ഇതിൻ്റെ
ബിസിനസ് തന്ത്രം മനസ്സിലാക്കിയിട്ടുള്ള സ്പോട്ടിഫൈ ദ സീരിയൽ അടക്കമുള്ള പോഡ്കാസ്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. കൊറോണയോടെ യൂട്യൂബ് എന്നുള്ള വീഡിയോ പോഡ്കാസ്റ്റിങ്ങിനെ യൂട്യൂബ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പോഡ്കാസ്റ്റിനോടുള്ള ജനങ്ങളുടെ താല്പര്യം ഓരോ ദിവസവും കൂടി വരികയാണ്. അമേരിക്കയിൽ 2000ങ്ങളുടെ തുടക്കത്തിൽ എഡിസൺ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു സർവേ ടീം അവിടെ ഒരു സർവേ നടത്തുന്നുണ്ട്. ഏകദേശം അമേരിക്കയുടെ 100% കേൾവിക്കാരിൽ നിന്നും നടത്തുന്ന ഒരു സർവേയാണ്. അതിൽ 21% ജനങ്ങളും FM റേഡിയോക്ക് കേൾവിക്കാരായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ സർവേയിലൂടെ ആദ്യമായി കേൾക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ 23% ജനങ്ങൾ മ്യൂസിക് അതുമായി ബന്ധപ്പെട്ട പലതിനും കേൾവിക്കാരായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെയൊക്കെ ഞെട്ടിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 100% കേൾവിക്കാരിൽ നിന്നും 30% ജനങ്ങളും പോഡ്കാസ്റ്റിനാണ് കേൾവിക്കാരായി തീർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സമയത്ത് ഈ കാലത്ത് ജൻസി കാലഘട്ടത്തിൽ ഇത്രയേറെ ജനങ്ങളെ സ്വാധീനിക്കാൻ ഈ പോഡ്കാസ്റ്റിനായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ അമേരിക്കയിൽ നടത്തിയ ഈ റിസർച്ച് മുഖേന നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ തന്നെ ഏകദേശം പോഡ്കാസ്റ്റിന് 1 മണിക്കൂറിൽ 2 കോടിയിലധികം ആളുകളാണ് ഇതിന് കേൾവിക്കാരായി തീരുന്നത് എന്നുള്ളതാണ്. അതിലൂടെ തന്നെ മനസ്സിലാകും അതിൻ്റെ സ്വാധീനം എത്രത്തോളം ജനങ്ങളിൽ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ലോകത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിനെത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പോഡ്കാസ്റ്റിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു അമേരിക്കയിൽ അതിന് ഉണ്ടായ സ്വാധീനം, ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞു. 2000ങ്ങളിലാണ് ഇതിൻ്റെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് ഇൻഫ്ലുവൻസ് ആവാനുള്ളൊരു കാരണമുണ്ട് അല്ലേ? ഇത് എത്താൻ ആളുകൾക്ക് സുഖമാണ്, ഇത് സൗകര്യമാണ്, ഇത് അവൈലബിൾ ആവാൻ എന്നുള്ളതാണ്. ചീപ്പായ ഒരു മാർഗ്ഗമാണ് പോഡ്കാസ്റ്റ് എത്തിക്കാൻ. അതിന് ഓഡിയൻസ് സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ ആളുകൾ ജൻസി കാലഘട്ടത്തിലെ ആളുകൾ സൗകര്യങ്ങൾ നോക്കുന്ന ആളുകളാണ്. നമ്മൾ വളരെ പെട്ടെന്ന് കിട്ടുന്ന കാര്യത്തിലേക്കാണ് നമ്മൾ കാര്യമായിട്ട് പോവുക. വളരെ സമയം കുറഞ്ഞ സമയത്ത് നമ്മൾ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ ഇത് കേൾക്കാനും എവിടെ ഇരുന്നും എപ്പോഴും കേൾക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്പോട്ടിഫൈയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, അതിൽ ഓഡിയോസ് കേൾക്കാം. യൂട്യൂബിലാണെങ്കിൽ വീഡിയോ കേൾക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പോഡ്കാസ്റ്റ് എന്നുള്ളതാണ് മലയാളം, ഇംഗ്ലീഷ്, വ്യത്യസ്തമായ ഭാഷകളിലും ഇറങ്ങുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ അമേരിക്കന്റെ സ്വാധീനം പറഞ്ഞു. ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ സുഖമാണ്, ഡെവലപ്പ് ചെയ്യാൻ, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വളരെ മാർഗ്ഗമാണ് പോഡ്കാസ്റ്റ് ഇന്നത്തെ ജനറേഷന്. നമ്മളത് നിരന്തരമായിട്ട് ഇങ്ങനെ കേട്ട് വന്നാൽ നമുക്ക് എന്താകും, പഠിക്കാൻ സാധിക്കും. നമ്മളെ ലാംഗ്വേജ് നമുക്ക് സംസാരിക്കുന്നത് ഫ്ലുവൻ്റ് ആക്കാൻ കഴിയുന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത് വളരെ ചുരുങ്ങിയ ചെലവിൽ നടത്താൻ പറ്റും എന്നുള്ളതാണ്. നമുക്കൊരു ഇന്റർനെറ്റ് പിന്നെ ഇതില് കുറച്ച് ചിന്തകളൊക്കെ പറയാൻ പറ്റുന്നതാണ്. ജൻസി കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അത് സൗകര്യമാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിലും കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ വരുമാനം പ്രധാനമായിട്ടും നമ്മൾ മലബാർ ഏരിയയിൽ നിന്നാണൊക്കെ പറയാറുണ്ട്. മലബാറിലെ അഥവാ പ്രവാസികൾ ഉണ്ടാക്കിയ സാധനം, അവരുണ്ടാക്കിയ സമ്പാദ്യം എന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്ന് കേരളത്തിന്റെ ഒരു വളർച്ച എന്ന് പലപ്പോഴായിട്ട് ആളുകൾ പറയുന്നത് ഈ യൂട്യൂബ് വരുമാനമാണ്. യൂട്യൂബിൽ ഇങ്ങനെ പോഡ്കാസ്റ്റുകളും വ്ളോഗേഴ്സും അവരൊക്കെ കൂടിയിരുന്നിട്ട് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് കേരളത്തിനൊരു വരുമാന മാർഗം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. യുവാക്കൾക്ക് അത് ആവശ്യമാണ്. കാരണം ജോലി തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അപ്പൊ ഇത്തരം പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള. ഇത് വ്ളോഗിങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് പോഡ്കാസ്റ്റ്. അതായത് ഇപ്പോൾ 3 ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് 3 ആളുകൾക്ക് 3 വ്യത്യസ്തമായ ചിന്തകളായിരിക്കും. ഈ ജൻസി കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. 3 രീതികളാണ് അവർ കേൾക്കുന്നത്, 3 അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങൾ അവർ ശ്രദ്ധയോടെ കേൾക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അവർ സ്വീകരിക്കുകയും അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് ഈ പോഡ്കാസ്റ്റിന്റെ ഒരു പ്രത്യേകത. നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പോഡ്കാസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഉപ്പ് പോഡ്കാസ്റ്റ്, പിന്നെ അതിശക്തം പോഡ്കാസ്റ്റ്. ഇപ്പൊ അത് ഈ അടുത്ത് വളരെ വൈറലായതാണ്. ഇപ്പൊ വി.ഡി. സതീശനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ വി.ഡി. സതീശന്റെ ഒക്കെ നോളജ് ഡെപ്ത് നമുക്ക് അതിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത്തരം പോഡ്കാസ്റ്റുകൾ നമുക്ക് നോളജിന്റെ ഒരു സോഴ്സ് കൂടെയാണെന്നുള്ളതാണ്. പക്ഷേ ഈ പോഡ്കാസ്റ്റുകൾക്ക് എന്നല്ലോ, ഇപ്പോൾ ഇറച്ചി പോഡ്കാസ്റ്റ് ആണെങ്കിലും ഉപ്പ് പോഡ്കാസ്റ്റ് ആണെങ്കിലും ഓരോന്നിനും ഓരോ ആശയങ്ങൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഉപ്പ് പോഡ്കാസ്റ്റിനാണെങ്കിൽ അവിടെ സൗഹൃദം, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മള്
ഇറച്ചിയിലേക്ക് വരികയാണെങ്കിൽ ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ട് കരിയർ പ്രൊഫഷനാണ്. അതേപോലെ അതിശക്തം ഷാരിഖ് ശംസുദ്ദീൻ അതാണ് പേഴ്സണൽ ഡെവലപ്മെന്റ്. അതാണ് BD സതീശൻ ഓരോരുത്തരെ വിളിച്ച് പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും മാധ്യമ രംഗത്തിൽ ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റിന്റെ ചെറിയ രീതി കാണാം. അപ്പോൾ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ്, മനോരമന്റെ ഓൺലൈൻ പോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ ഏകദേശം ഒരു പോഡ്കാസ്റ്റിന്റെ രീതിയാണ്, ഡിസ്കഷൻ ഏകദേശം ഒരു രീതിയിലാണ്. കാരണം അവരുടെ അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തുന്നു, മൂന്നാളുകൾ ഇരുന്നിട്ട് മൂന്നാളുകളുടെ വ്യത്യസ്തമായ ആശയങ്ങൾ പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. പോഡ്കാസ്റ്റിന് എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ലോകത്ത് വളരെ വലിയ സ്വാധീനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്ത് അമേരിക്കയിൽ തന്നെ ഇപ്പം അത് 30% കേൾവിക്കാർ 60% മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇന്ത്യയിലാണെങ്കിൽ അതിൻ്റെ 10 കോടിയിലേറെ, അത് പണ്ടത്തെ കണക്കാണ്. ഇന്നത് 10-50 കോടിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോഡ്കാസ്റ്റിന് ലോകത്ത് ആ ഒരു സ്വാധീനം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോരാത്തിന് ആളുകൾക്ക് റവന്യൂ ലഭിക്കുകയാണ്, അതിൽ പൈസ ലഭിക്കുകയുള്ളൂ. ആ പൈസ അവരെന്താക്കുന്ന നല്ല രീതിയിൽ തൊഴിലില്ലായ്മ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് വളരെ ഉപകാരമാണ് ഇന്നത്തെ യുവാക്കൾക്ക് എന്നുള്ളത്. കാരണം ആരുടെ അടുത്ത് നോളജ് ഉണ്ടോ അത് നമ്മൾ പറയാണ് നമ്മുടെ നോളജ്. ബാക്കിയുള്ള ആളുകൾ കേൾവിക്കാരുണ്ടെങ്കിൽ അവസരം ഉണ്ട് എന്നുള്ള. ഈവൻ നമ്മൾ വരെ 3 ആളുകൾ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് മാപ്പിള കാസ്റ്റ് എന്നുള്ള പേരിൽ. അത് കേൾക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓരോ അഭിപ്രായങ്ങൾ അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും അത് കേൾക്കാനും ഇന്ന് ലോകത്ത് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ട് കേൾവിക്കാരില്ല എന്നുള്ളതാണ്. ആളുകൾ എന്താണ് ഇത്തരം രീതിയിലാണ് കേൾക്കുന്നത്. മനുഷ്യന്മാരെ നേരിട്ട് കേൾക്കുന്നില്ല, ഇത്തരം യൂട്യൂബിലും ഓഡിയോകളിലൊക്കെ ആയിട്ടാണ് പോഡ്കാസ്റ്റിന്റെ ഒരു കേൾക്കുന്നത് എന്നാണ്.